ஹேய் திருவண்ணாமலை, நான் வந்து கொண்டிருக்கிறேன் என்று அவர்களிடம் சொல். இருக்கும் இடத்தை விட்டு இல்லாத இடம் தேடி எங்கெங்கோ அலைகின்றார் ஞான தங்கமே. തമിഴ്നാടിന് ഓരോരോ ഇടങ്ങളിൽ ഓരോരോ ഭംഗിയാണ് അല്ലേ. അതായത് അവിടെ ഇൻഡസ്ട്രി സോണാണെങ്കിൽ കോയമ്പത്തൂരുണ്ട്. സ്പെഷ്യലായിട്ട് ഓരോന്നിനും ഓരോ സ്ഥലങ്ങൾ. ഇപ്പം സ്പിരിച്വൽ ഡെസ്റ്റിനേഷൻ ആണെങ്കിൽ നമുക്കറിയാം തഞ്ചാവൂര്, രാമേശ്വരം, മധുരൈ. അതുപോലെ നേച്ചർ ആൻഡ് വൈൽഡ് ലൈഫിലാണെങ്കിൽ നമ്മളുടെ ഊട്ടി, കൊടൈക്കനാൽ. ബിസിനസ് ഹബ്ബാണെങ്കിൽ ചെന്നൈ. പ്രിൻറ്റിങ് ആണെങ്കിൽ ശിവകാശി. ഡ്രസ് മേക്കിംഗ് ആണെങ്കിൽ തിരുപ്പൂർ. അങ്ങനെ പല വെറൈറ്റീസ് ഉള്ള ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമ്മൾ തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൂഡ്, ഇമോഷൻസ്, ഫീലിങ്സ് ഇതൊക്കെ ചേഞ്ച് ആവും ഓട്ടോമാറ്റിക്കായിട്ട്. ഇതിന് വലിയ ഹൈപ്പ് കൊടുക്കുന്നില്ല, ഇത് ഓൾ ഇന്ത്യ ലെവലിലുള്ള സാധനമാണ്. റോഡ് സൈഡിലെ മാലിന്യങ്ങൾ, അതിൽ ചെറിയൊരു മാറ്റം. പന്നിയുണ്ട്. കേരളത്തിൽ ഇങ്ങനെ കഴിക്കാൻ പന്നികളില്ല, പട്ടികളേ ഉള്ളൂ. നമ്മൾ അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ കിട്ടിയ ഒരു ഫീലിങ്ങേ അല്ല, അല്ലെങ്കിൽ ഇമോഷനല്ല നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്നത്. അവിടെ ഇപ്പം കുറച്ച് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഇമോഷനാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തമിഴ്നാടിൻ്റെ ഒരു ശൈലിയുണ്ട് കേട്ടോ. അവിടെ എന്താഘോഷമാണെങ്കിലും അല്ലെ മരണമാണെങ്കിലും അത് ആഘോഷിക്കപ്പെടുന്ന വ്യക്തിനേക്കാൾ ഇമ്പോർട്ടൻസ് അത് ആഘോഷം നടത്തുന്ന ആളുടെ ഫോട്ടോയ്ക്കാണ്. അവിടെ പോസ്റ്ററും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അത് മലയാളത്തിലൊരു സിനിമ മുറ എന്ന് പറയുന്ന സിനിമയിൽ ഈ ഒരു രീതി അവർ കാണിച്ചു തന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ അത് നല്ലതാണ് കേട്ടോ. കാരണം ഓരോ പരിപാടിയെല്ലാം സംഘടിപ്പിക്കാൻ നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും എവിടെയും ഫോട്ടോ വരണമെന്നില്ല. എന്തായാലും ഇത് അടിപൊളിയാണ്. തമിഴ്നാട്ടിലെ ഭക്ഷണം കാണിച്ചില്ലല്ലോ എന്ന് കരുതിയപ്പോഴാണ് കൂടെയുള്ള ആൾ ഫുഡ് കഴിക്കാൻ കയറിയത്. എനിക്ക് നോമ്പായതുകൊണ്ട് കഴിക്കാൻ പറ്റില്ല. ശരിക്കും ആരൊക്കെ പൂരി ചുട്ടാലും തമിഴ്നാട്ടുകാരുടെ പൂരിയുടെ തട്ട് താണു തന്നെ. സ്റ്റാൻഡിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നത് റെയിൽവേൻ്റെ പ്ലാറ്റ്ഫോമാണെന്ന് തോന്നുന്നു. അതിലൂടെയാണ് ഞാൻ പോയത് ഹോട്ടലിൽ. തിരുവണ്ണാമലയിൽ പുതിയ ബസ് സ്റ്റാൻഡ് വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയാണ്. ഫോർ പീപ്പിൾസ് അറിയട്ടെ അവരുടെ മാറ്റങ്ങൾ. കാരണം എൻ്റെ പൊന്നോ, വിളിപ്പുറം സ്റ്റാൻഡിലങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ 2 കൈയല്ല 4 കൈയെല്ലാം വേണ്ടി വരും. അങ്ങനത്തെയും ബാഡ് സ്മെല്ലാണ്. തമിഴ്നാട് ഇക്കാര്യത്തിൽ കുറച്ചുകൂടെ ഒന്ന് മാറ്റം വരാനുണ്ട്. തിരിച്ച് എറണാകുളത്തേക്ക് വീണ്ടും. അവിടുന്ന് കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ തന്നെ എൻ്റെ ഫീലിങ്സ് ആകെ മാറി. അത്രയേറെ പ്രിയപ്പെട്ട ഒരാളെ അടുത്ത് ചേർത്തിരുത്തി കൈപിടിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചും പല കാര്യങ്ങളും സംസാരിക്കാതെയും ചേർന്നിരുന്നുകൊണ്ട് യാത്ര ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായി. ഒറ്റയ്ക്കുള്ള യാത്ര മനോഹരമാണ് കേട്ടോ. പക്ഷെ നമുക്ക് പ്രിയപ്പെട്ട, നമ്മളെ മനസ്സിലാക്കിയ, നമ്മളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരാൾ കൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തതെന്ന് മാത്രമല്ല, നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടേയിരിക്കുന്ന ഒരു യാത്രയായിരിക്കും.